ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ചേനയുണ്ടല്ലോ, ചേനയുടെയും ചേമ്പിൻ്റെയൊക്കെ വേറെ ഇനത്തിൽപ്പെട്ട ഒരു സാധനം ഉണ്ടല്ലോ, നമ്മൾ ഈ വയലറ്റ് കളർ ചേമ്പുണ്ടല്ലോ. അപ്പോൾ അത് നമ്മളിവിടെ ചേമ്പും തട പുളിരസം വയ്ക്കും കേട്ടോ. അപ്പം ഞാനത് പറിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് 2 ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ്. പക്ഷേ എഡിറ്റ് ചെയ്യേണ്ടത് ഇന്നാണ് കേട്ടോ. അപ്പോൾ ഞാനത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിരുന്നേനെ. അപ്പോൾ ഞാൻ ഇന്നും കൂടെ ഒന്നും കൂടെ വന്ന് നോക്കി കേട്ടോ. ഒന്നും കൂടെ വന്ന് നോക്കി അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങിയൊക്കെ വന്ന് നോക്കിയ സമയത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അത് കണ്ടു എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം നമുക്ക് പ്രകൃതിപരമായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കി കഴിക്കുക. അതായത് കെമിക്കലൊന്നും കൂടാത്ത കുറേ സാധനങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതൊക്കെ പ്രത്യേകതരം ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ അതിനെ തിരക്കി നടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ അവിടുത്തെ ചെറിയ വയലാണ് കേട്ടോ. ഇപ്പോൾ ഇത് ഫുള്ളും വയലായിരുന്നു കേട്ടോ. അതൊക്കെ ഇടിച്ച് ഞങ്ങളുടെ കുഞ്ഞിലല്ല, അമ്മയുടെ കുഞ്ഞിലേക്ക് ഇവിടെ ഫുള്ളും വയലായിരുന്നു. നെൽകൃഷി മാത്രമേ ചെയ്യുന്നുള്ളായിരുന്നു കേട്ടോ. ഞങ്ങളുടെയൊക്കെ കാലമൊക്കെ ആയ സമയത്ത് നെല്ലൊക്കെ മാറ്റിയതിന് ശേഷം നമ്മുടെ കമുകും പിന്നെ വാഴ കൃഷിയും പിന്നെ നമ്മുടെ തെങ്ങൊക്കെ ആക്കി കേട്ടോ. പിന്നെ അതിനുശേഷം ഇപ്പോൾ ഈ ഇടയ്ക്ക് വെച്ച് ഒരു 10 വർഷത്തിൽ കൂടുതൽ 10, 12, 13 വർഷത്തിൽ കൂടുതലായി കേട്ടോ. റബ്ബറും തോട്ടം ആക്കി കേട്ടോ. ഇവിടെ ഏകദേശം വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ. 10, 13 അതിൽ കൂടുതൽ വർഷമാവും. ഞാനൊക്കെ ഒന്ന് 5-ലൊക്കെ പഠിക്കുന്ന സമയത്താണ്ട് ഇവിടെ വെച്ച റബ്ബറാണ്. ഞാനിങ്ങനെ ഡബ് ചെയ്തിരുന്ന സമയത്ത് ഐസ്ക്രീം കൊണ്ടുവന്ന ആൾ വന്നിട്ടുണ്ട് കേട്ടോ. അത് ബംഗാളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പുറത്തിരുന്നായിരുന്നു, അതായത് വലിയ സ്ഥലത്തിരുന്നായിരുന്നു കേട്ടോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങേര് വന്ന സമയത്ത് ഞാൻ ഇന്ന് കയറി പോയതാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വോയിസൊക്കെ അങ്ങ് പോയി കേട്ടോ. പിന്നെ ഇവിടെ റോഡൊക്കെ വന്നുകൊണ്ട്, അതായത് ടാറല്ല കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ വരും കേട്ടോ. അപ്പം അല്ലെങ്കിൽ ഇതിന് മുമ്പൊന്നും അങ്ങനെ ആരും വരത്തൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഇത് വന്നിട്ട് പോയി. അതാണ് ഞാൻ പിന്നെ കുറച്ച് സമയം ഒന്ന് എഡിറ്റ് ചെയ്യാൻ നിർത്തി. കുറച്ചിതിൽ സൗണ്ടൊന്നും ഇല്ല കേട്ടോ. ഞാനതിങ്ങനെ ഇട്ട് വെച്ചിട്ട് അങ്ങോട്ട് മാറിയിരുന്നു. അപ്പോൾ ഇത് ഞങ്ങളുടെ ഇപ്പുറത്തെ സൈഡാണ്. അപ്പോൾ അവിടെ നിന്ന് അറ്റം വരെ വയലായിരുന്നു ഇവിടെ. അപ്പോൾ ഈ സ്ഥലമൊക്കെ ഞങ്ങൾ പണ്ട് കുളിക്കാൻ പോകുന്ന കുളമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ കുറച്ച് ഈറ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അയണിപ്പാട് ഞാൻ കണ്ടില്ല, അത് ഞാൻ ഒത്തിരി പിരിച്ചിട്ട് അതിലൊന്നും ഇല്ല കേട്ടോ. അതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പിരിച്ച് നോക്കിയതാണ്, എന്തെങ്കിലും ഒന്നും പക്ഷെ ഒന്നും ഇല്ലായിരുന്നു. ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ കിട്ടും കേട്ടോ ഞങ്ങളുടെ വീടൊക്കെ. അപ്പോൾ ഇത് ഞങ്ങളുടെ അടുത്ത റബ്ബറാണ്. അപ്പോൾ ഇവിടെ ഒരാൾ ചത്ത് കിടപ്പുണ്ട്. ഒരു വലിയ ഒരു തവള ഇവിടെ ചത്ത് കിടപ്പുണ്ട്. അതിനെ ചേരയോ പാമ്പോ എന്തെങ്കിലും പിടിച്ചതായിരിക്കും എന്തായാലും ചത്ത് കിടക്കുന്നത്. ഞാൻ ഇങ്ങനെ വന്ന സമയത്ത് എന്തൊരു സ്മെല്ല് മൂക്കിലടിച്ച് കയറിയിട്ട് പിന്നെ പെട്ടെന്ന് നോക്കി, അപ്പോഴാണ് ആ ചത്ത് കിടക്കുന്ന കണ്ടത് കേട്ടോ. പിന്നെ നമ്മുടെ ഇവിടെയൊക്കെ ഞങ്ങൾ 2-3 കുളം കുഴിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് വേനലൊക്കെ ആകുമ്പം വീട്ടിലെ വെള്ളം പറ്റും. അതായത് നമ്മുടെ കിണർ ആദ്യം പറ്റത്തില്ലായിരുന്നു. പിന്നെ ഇവിടെ വേറെ മഴവെള്ള പദ്ധതിയൊക്കെ വന്ന സമയത്ത് നമ്മുടെ കിണർ നന്നായിട്ട് വറ്റാൻ തുടങ്ങി കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടും മുകളിലോട്ട് റബ്ബറും തോട്ടവും ഫുള്ള് വീടുമാണ് കേട്ടോ. അപ്പോൾ ഇത് ഫുള്ള് നമ്മുടെ വയലാണ്. അപ്പോൾ ഇവിടെയാണ് ഞാൻ തിരക്കി വന്നത് കേട്ടോ. പിന്നെ ഞാൻ ഇത് കാണിക്കണമെന്ന് വെച്ചാൽ അത് മാത്രം കാണിക്കാത്ത എന്തെന്ന് നിങ്ങൾക്ക് തോന്നാറ്. പക്ഷേ ഇവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. ബാക്കി ഞാൻ ഓഡിയോസ് എടുത്ത വീഡിയോ, അതായത് ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ വോയിസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത് എഡിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കട്ടെ. പരമാവധി ഫുൾ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ചെയ്യണം. പിന്നെ നിങ്ങൾ പരമാവധി നിങ്ങൾക്ക് അറിയാവുന്ന ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ചോദിക്കും, ഇതൊക്കെ എന്തിനാണ് ഞങ്ങൾ ഷെയർ ചെയ്യേണ്ടത്, ഇതിൽ നമുക്ക് ആവശ്യമുള്ള ടിപ്സ് ഒന്നും ഇല്ലല്ലോ എന്ന്. ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് എടുത്താൽ മാത്രം മതി കേട്ടോ. ഇതൊക്കെ ഓരോ ദിവസത്തെ എൻ്റെ ഓരോ വിശേഷങ്ങളാണ്. ഇത് കണ്ടില്ലേ, ഇത് വേറൊരാളെ പറമ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് അവിടെ ഒരാൾ നിൽപ്പുണ്ട് കേട്ടോ, വയലറ്റ് കളർ. അപ്പോൾ അവനെയാണ് നമുക്ക് വേണ്ടത്. ഈ കാട്ടിനിടയിൽ വല്ല പാമ്പൊക്കെ ഉണ്ടാകുന്ന അറിഞ്ഞുകൂടാ, കുഴപ്പമില്ല, നമ്മുടെ ആവശ്യമല്ലേ, ഇത് നമ്മൾ തന്നെ ഇതെല്ലാം ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിത് പോയി ഒന്ന് പറിക്കാം. 2 ദിവസം മുമ്പ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. പക്ഷേ ഇവിടെ ഇവിടെ ഇഷ്ടംപോലെ ഇപ്പുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ നല്ല കാടുണ്ട്, അതുവഴി ഇറങ്ങാനൊന്നും പറ്റൂല. ഇവിടെയൊക്കെ നല്ല വൃത്തിയാക്കി ഇട്ടിരുന്നതാണ്. ഇപ്പോൾ വീണ്ടും കാട് വന്നു, മഴയൊക്കെ അല്ലേ. ഇവിടെ 2 ദിവസം കൊണ്ട് നല്ല മഴയുണ്ട്. പിന്നെ വല്ല പാമ്പോ പഴുതാനൊക്കെ ഉണ്ടെങ്കിൽ കടിയിട്ടു. അയ്യോ, ഇതാ നിൽക്കുന്ന കേട്ടോ, ഈ സംഭവമാണ്. 2 ദിവസം മുമ്പ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്കിത് കിട്ടിയില്ലാണ്ട്. ഇതാണ് കേട്ടോ നമ്മൾ ചേമ്പന്തട കറി വയ്ക്കുന്നത്. ഇതിലെല്ലാം കൂടെ കാട് പിരിച്ച് കിടപ്പുണ്ട്. നമുക്കിതൊന്ന് അറുത്തെടുക്കണം. അയ്യോ, ഇപ്പം എന്തേ ഇതുകൊണ്ട് ഇന്നൊരു പുളിങ്കറി ഉണ്ടാക്കണം. അപ്പം ഇത് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ വീട്ടിൽ. ഇതൊക്കെ ഉണ്ട്, ഇതൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് വെട്ടിയെടുക്കാം കേട്ടോ. ഇതൊക്കെ ഒന്ന് വെട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് കറിയാക്കാം. സിമ്പിളായിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റും.
കണ്ട ഇവിടെ നല്ല ഇതാ നിൽക്കുന്നു കുഞ്ഞായിട്ട് ഞാൻ നിൽക്കുന്ന ഒരെണ്ണം അതവിടെ ഇതിനെ നീക്കട്ടെ. വേറെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരൊന്ന് പറിച്ചോട്ടെ. എനിക്ക് ഇതിപ്പം തൽക്കാലത്തേക്ക് ഇത് മതി. ദൈവമേ, അന്ന് ഞാൻ നോക്കി വന്നപ്പോൾ ഇവിടെ ഒന്നും കണ്ടില്ല. ദാ നിൽക്കുന്നതെല്ലാം എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. കാരണം ഇത് നല്ല ടേസ്റ്റാണ്. പുളിങ്കറി ഉണ്ടാക്കി പിന്നെ അന്ന് ഞാൻ ഇവിടെയൊക്കെ നോക്കിയായിരുന്നു 2 ദിവസം മുമ്പ്. പക്ഷേ എനിക്കിത് കിട്ടിയില്ല. പക്ഷെ ഇന്ന് കിട്ടി കേട്ടാ. പിന്നെ ഇവിടെയൊക്കെ അവരിപ്പം നികത്തിയതാണ് കേട്ടോ. നല്ല വയൽ കണക്ക് ഇടുന്നതാണ്. പിന്നെ അവർ റബ്ബർ വെച്ച് ഇത് വയലായിരുന്നു. വയലിൽ ആരും അങ്ങനെ റബ്ബറൊന്നും അധികം ഇല്ലെന്നാണ് തോന്നുന്നത്. ഇവിടെ ചെറിയൊരു കുളം കുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കുഴിയുള്ള കുളമായിരുന്നു. അതൊക്കെ അവരിട്ട് മൂടി. ഇനി നമുക്ക് തിരിച്ച് പോകണം. ഇതുവഴി കയറാനാണ് എളുപ്പം. പക്ഷേ ഇനി ഇത് കറങ്ങി പോവേണ്ടി വരും. കാരണം എൻ്റെ ഇവിടെയൊക്കെ ഇത് എങ്ങനെ ചാടുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അവർ എൻ്റെ ഇവിടെ ഫുള്ള് വേലിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. എളുപ്പ വഴി പറ്റുമെന്ന് നോക്കണം. അപ്പോൾ അതാണ് കേട്ടോ എൻ്റെ വീട്. എൻ്റെ ആ ഓട്ടയാണ് കേട്ടോ മറിഞ്ഞത്. മേലെ വരഞ്ഞിട്ടില്ലായിരുന്നു. ഓട്ടോ മറിഞ്ഞെന്ന് ആ ഓട്ടയാണ് കേട്ടോ മറിഞ്ഞത്. പിന്നെ ഇതിൻ്റെ കറയൊക്കെ കയ്യിലാവും. ചൊറിയും കേട്ടോ. നമുക്ക് നന്നായിട്ട് ഇച്ചിങ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഉള്ളൊരു കറിയൊക്കെ വന്നിട്ട് വെച്ച് നോക്കണം കേട്ടോ. എന്നുവെച്ചാൽ നമ്മൾ നല്ല ആരോഗ്യമുള്ള സാധനങ്ങൾ തന്നെ നമ്മളിപ്പോഴും നാച്ചുറലായിട്ടുള്ളത് ഉണ്ടാക്കി കഴിക്കാൻ നോക്കണം. കെമിക്കലിനെ കാട്ടി നല്ലത് നാച്ചുറലല്ലേ. അപ്പോൾ ഇതെനിക്ക് അങ്ങനെ കാല് വെച്ചെടുത്ത് കയറാവുന്നതേ ഉള്ളൂ കേട്ടോ. ഷെയിലപ്പ് വഴിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് വയ്ക്കുന്ന ഒരു ചെറിയൊരു കറി വയ്ക്കുന്ന ഒരു വീഡിയോസും കൂടെ എഡിറ്റ് ചെയ്തിട്ടോളാം കേട്ടോ.